നമസ്കാരം. CPM അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഒഴിവാക്കിയതിന് പിന്നിൽ പാർട്ടി വിഭാഗീയതയാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശിന്റെയും നിർദ്ദേശം തള്ളിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും പുറത്തുവന്നതാണ്. MV ഗോവിന്ദന്റെ തീരുമാനം മറികടക്കാൻ സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഇടപെട്ടതായി വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും P. ഹണി പ്രസിഡന്റായി. ഇതിന്റെ സ്നേഹപ്രകടനമാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി പരിപാടിയിലെ ഈ പിണറായി സ്തുതി ഗാനാലാപനം എന്നാണ് വിലയിരുത്തലുകൾ. നിലവിലെ പ്രസിഡന്റ് P. ഹണിയും ജനറൽ സെക്രട്ടറി KN അശോക് കുമാറും തമ്മിലുള്ള ഈ ചേരിപ്പോരാണ് സമ്മേളന തലേന്ന് വരെ അനിശ്ചിതത്വമുണ്ടാക്കിയത്. സംഘടനാ നേതൃത്വത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉള്ളതിനാൽ ഈ സമ്മേളനത്തിൽ ഹണി പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന നിലപാടാണ് ഗോവിന്ദനും ദിനേശനും സ്വീകരിച്ചത്. എന്നാൽ സംഘടനയുടെ നിർവാഹക സമിതിയിൽപ്പെട്ട പാർട്ടി അംഗങ്ങളായ 40 പേരുടെ യോഗം AKG സെന്ററിൽ ചേർന്നപ്പോൾ ജനറൽ സെക്രട്ടറി അടക്കം 13 പേരെ ഒഴിവാക്കണമെന്ന് ഹണി പക്ഷം നിലപാടെടുത്തു. ഇതിനെ മറുവിഭാഗം എതിർത്തപ്പോൾ ഹണിയെ ഒഴിവാക്കി പാനൽ സമർപ്പിക്കാൻ ഗോവിന്ദൻ നിർദ്ദേശിച്ചു. ഇതോടെ ഹണിയെ അനുകൂലിക്കുന്ന ഭൂരിപക്ഷം ബഹളം വെച്ചു. തീരുമാനമാകാതെ യോഗം പിരിഞ്ഞു. ഇതിനുശേഷമാണ് ആനാവൂർ അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത്. ഭൂരിപക്ഷം ഹണിക്കൊപ്പമാണെന്നും ബോധ്യപ്പെടുത്തി. നിലവിലെ എല്ലാ നിർവാഹക സമിതി അംഗങ്ങളെയും നിലനിർത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. പുതിയതായി 6 പേരെ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന ഹണിയുടെ ആവശ്യവും അംഗീകരിച്ചു. അങ്ങനെ അസോസിയേഷനിൽ ഹണിക്ക് മുൻതൂക്കം കിട്ടി. മനോരമയടക്കം ഈ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ഹണിക്ക് എതിരാണെന്നതാണ് വസ്തുത. പൊതുനിരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് എത്തിയതും മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തന്നെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എതിർപ്പുകൾ ആവിയാക്കാനുള്ള തന്ത്രം കൂടിയായിരുന്നു ഇത്. സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിന് സമീപമാണ് മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടോട് കൂടിയ ബോർഡ് നടപ്പാതയിൽ സ്ഥാപിച്ചത്. സംഭവം വിവാദമായതോടെ ഫ്ലെക്സ് ബോർഡ് മാറ്റാൻ കോർപ്പറേഷൻ അസോസിയേഷൻ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഭാരവാഹികൾ ബോർഡ് മാറ്റാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതോടെ കോർപ്പറേഷൻ ജീവനക്കാരെത്തി ബോർഡ് മാറ്റി. ഓഫീസ് അവധിയായതിനാൽ പിഴയ്ക്കുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. 5000 രൂപ പിഴ ഈടാക്കാൻ ബുധനാഴ്ച നോട്ടീസ് നൽകും. കൂടാതെ നിയമലംഘനത്തിനുള്ള FIR രജിസ്റ്റർ ചെയ്യാൻ കന്റോൺമെന്റ് പോലീസിലും കത്ത് നൽകും. മുഖ്യമന്ത്രിക്ക് പുറമെ CPM ജില്ലാ സെക്രട്ടറി V. ജോയി MLA ചിത്രവും ബോർഡിലുണ്ടായിരുന്നു. ഹണിയെ വീണ്ടും പ്രസിഡന്റാക്കാൻ ജോയിയും സജീവ ഇടപെടൽ നടത്തുകയും ചെയ്തതാണ്. അടുത്ത കാലത്ത് P. ഹണിക്കെതിരെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. BJP തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് RS രാജീവാണ് പരാതി നൽകിയത്. സർക്കാരിന് ലഭിക്കേണ്ട 25 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നതാണ് പരാതി. സെക്രട്ടേറിയറ്റിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടത്തുന്ന ആക്രിക്കടത്തിൽ നിഷ്പക്ഷമായ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നടപടിയൊന്നും ആരും എടുത്തതുമില്ല. ഈ സാഹചര്യത്തിലാണ് വിജിലൻസിന് പരാതി നൽകുന്നത്. ഈ പരാതിയും അന്വേഷിച്ചിട്ടില്ല. ഇതിന് കാരണവും മുഖ്യമന്ത്രിയുടെ സ്നേഹമാണെന്ന ചർച്ച സെക്രട്ടേറിയറ്റിലുമുണ്ട്. ബിനു എന്ന ദിവസ വേതനക്കാരനിലൂടെയാണ് മൂല്യമുള്ള പാഴ്വസ്തുക്കൾ കടത്തി പണം നേടിയത്. പ്രത്യക്ഷത്തിൽ 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ അഡീഷണൽ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റുമായ P. ഹണി വ്യാജ രേഖയുണ്ടാക്കിയതായാണ് ആരോപണം. സെക്രട്ടേറിയറ്റിലെ ആക്രിസാധനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു കൊണ്ടുപോയി വിൽക്കാൻ ഈ ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നുവെന്നാണ് ആരോപണം. ദിവസ വേതനക്കാരായ ജീവനക്കാരെ മറയാക്കി ലക്ഷങ്ങളാണ് ആക്രിക്കച്ചവടത്തിൽ കൂടി കൈമറിഞ്ഞത്. ഇടത് സംഘടനാ നേതാവിന്റെ താല്പര്യപ്രകാരമാണ് ദിവസവേതനത്തിൽ ഒരാളെ നിയമിച്ചതെന്നും ഈ ദിവസവേതനക്കാരനാണ് ആക്രി കടത്തുന്നതും പണം വാങ്ങുന്നതെന്നുമാണ് ആക്ഷേപം. കരമനയിൽ ആക്രിക്കച്ചവടം നടത്തുന്ന വ്യക്തിയുടെ ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് വ്യാജ ഉത്തരവ് തയ്യാറാക്കിയാണ് ആക്രി സാധനങ്ങൾ കടത്തിയിരുന്നത് എന്നാണ് ആരോപണം.
ഗവർണറെ പൊതുനിരത്തിൽ ഭീഷണിപ്പെടുത്തി പ്രകോപന മുദ്രാവാക്യം വിളിച്ചതിനെതിരെയും ഹണിക്കെതിരെ പരാതിയുണ്ടായിരുന്നു. എന്നാൽ നടപടി വേണ്ട എന്ന നിലപാടാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫീനക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച് വീണ്ടും വാഴ്ത്തുപാട്ടിന് പിന്നിലും ഹണിയാണ്. CPM അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി 100 വനിതാ ജീവനക്കാർ ഈ വ്യക്തിപൂജാ ഗാനം ആലപിക്കും. 3 വർഷം മുമ്പ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചതും വിവാദമായിരുന്നു. 500ഓളം വനിതകൾ പാറശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയിൽ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീര സഖാവാണ് എന്നിങ്ങനെയായിരുന്നു പാട്ട്. ഇതിനെ വെല്ലുന്ന പാട്ടാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഒരുക്കുന്നത്. നന്ദി.